ശരീരത്തെയാണ് വാറ്റിയെടുക്കുന്നത്. നമ്മുടെ ശരീരത്തെ വാറ്റാൻ തയ്യാറാണ്. എന്നുവെച്ചാൽ അതിനകത്ത് നിന്നാണ് നമ്മുടെ സ്പിരിറ്റ് വരുന്നത്. അതിൻ്റെ സ്പിരിറ്റ് ഉള്ളിലോട്ട് ഒഴിച്ചാൽ പറ്റത്തില്ല. ആ ഒഴിക്കണ സ്പിരിറ്റ് ആകത്തില്ല. സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ദഹിപ്പിക്കാൻ പറ്റണം. ദഹിച്ച് അതിൻ്റെ സത്ത് ചിത്താനന്ദ. അപ്പം നമ്മുടെ ശരീരത്തെയാണ് വാറ്റിയെടുക്കേണ്ടത്. സ്വന്തം ശരീരത്തെ വാറ്റിയെടുക്കാൻ പറ്റണം. അങ്ങനെ വാറ്റിയെടുക്കുമ്പോഴാണ് നമ്മുടെ ശരിയായിട്ടുള്ള അതിൻ്റെ ബോധം, അതിൻ്റെ ശരിയായിട്ടുള്ള സ്പിരിറ്റ് പൊന്തി വരുന്നത്. ആ സ്പിരിറ്റിലാണ് നമുക്ക് റിയലായിട്ടുള്ള സഹകരണം ഉണ്ടാകുന്നത്. അവിടെ ടീം സ്പിരിറ്റ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ, അപ്പോൾ ടീം സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു നാച്ചുറൽ ഭാഗമാണ്. മറ്റേത് സ്പിരിറ്റിൻ്റെ പേരിലല്ല കൂടുന്നത്, മറ്റേ എന്തിൻ്റെയോ പേരിലാണ് ടീം ഉണ്ടാക്കുന്നത്. പുറത്ത് കാണുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിക്കുമ്പോൾ അതിലൊരിക്കലും ടീം സ്പിരിറ്റ് ഉണ്ടാകത്തില്ല. അതിലൊരു തീം സ്പിരിറ്റേ ഉണ്ടാകത്തുള്ളൂ. എന്നുവെച്ചാൽ ഒരു തീം സ്പിരിറ്റാണ്. ടീം സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ വ്യക്തിയാകാനുള്ള സവിശേഷത. കാരണം ശരീരം ദഹിച്ച് മാറി വരുന്ന ആ ഒരു സവിശേഷത സങ്കല്പമല്ല, അതൊരു അസാധ്യമായിട്ടുള്ള ശക്തിയാണ്. ശരീരത്തിൻ്റെ സർവ്വപ്രവർത്തനങ്ങളും ഒരുമിച്ച് ദഹിച്ച് രൂപാന്തരപ്പെട്ട് വരുന്നതാണ് ശരിയായിട്ടുള്ള വ്യക്തിബോധം. ആ വ്യക്തിബോധത്തെ ഒരു കാലത്തിനും തകർക്കാൻ പറ്റത്തില്ല. കാരണം കാലത്തിൻ്റെ സർവ്വതും ചേർന്ന്, കാലം കൊണ്ടുണ്ടാക്കിയ ശരീരത്തിൻ്റെ സർവ്വതും ചേർന്ന് ദഹിച്ച് രൂപാന്തരപ്പെട്ട് വന്നതാണ് നമ്മുടെ ശരിയായിട്ടുള്ള സ്പിരിറ്റ്. അത് അവനവനിൽ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമായിട്ടുണ്ടായതാണ്. അതിൻ്റെ യാദൃശ്ചികമായിട്ട് ഇങ്ങോട്ടൊരു സ്പിരിറ്റ് വന്നുകൂടി, അത് ദുഷ്ടാത്മാക്കളാണ്. അത് ദുരന്തമേ ഉണ്ടാക്കത്തുള്ളൂ. ഈ വന്ന് ചെറിയ സ്പിരിറ്റ് നമുക്ക് അപകടമാണ്. അത് പലവർക്കും വന്ന് ചേർന്ന സ്പിരിറ്റാണ്. ആ സ്പിരിറ്റ് എന്തുകൊണ്ട് വന്നു ചേർന്ന്? പലവരുമായിട്ട് പല വിധത്തിൽ നടക്കുമ്പോൾ പല സ്പിരിറ്റും വന്ന് കയറും. അത് നമ്മളെ ദുരന്തത്തിലോട്ട് കൊണ്ടേയാക്കും. പലവർക്കും പറ്റുന്നതാണ് ചില കൂട്ടുകെട്ടുകൾ. കാരണം കൂട്ടുകാരായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് ഒരു സ്പിരിറ്റ് ഉണ്ടായി. അപകടം നോക്കണം, മനസ്സിലായ? കൂട്ടുകാരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് കൂട്ടുകാരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ സ്പിരിറ്റും കൂടും. പക്ഷേ അത് നമുക്ക് നാശത്തിലോട്ടേ പോകത്തുള്ളൂ. വ്യക്തിയുടെ ശരീരത്തെ പരിപൂർണമായിട്ട് പ്രവർത്തിച്ച് ശരിക്കും അധ്വാനിച്ച് ദഹിച്ചു മാറി വരുന്ന സ്പിരിറ്റായിരിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് ശരിക്കും നമ്മുടെ ആ ആൽക്കമിസ്റ്റ് ആക്റ്റീവ് ആകുന്നത്. അതിൽ നിന്ന് തെളിഞ്ഞു വരുമ്പോൾ ആ തെളിച്ചം നമ്മളെ നിരന്തരം നയിക്കുന്ന തെളിച്ചമായിരിക്കും. പലപ്പോഴും പറ്റുന്ന എന്താണ്? സൗഹാർദ്ദത്തിൻ്റെ പേരിൽ ഒരു സ്പിരിറ്റ് ഉണ്ടാവും കൂട്ടുകാരുടെ ഭാഗത്ത്. പക്ഷെ കുറച്ച് നാളെയുമ്പോൾ ഈ കൂട്ടുകാർ പൊട്ടിപ്പോയില്ലെങ്കിൽ ഈ സൗഹാർദ്ദം കൊണ്ട് നമുക്ക് അങ്ങ് ശരിയായിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗം വരത്തില്ല, ഒരിക്കലും വരത്തില്ല. ഭൗതിക തലത്തിൽ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലാണ്ട് റിയൽ സ്പിരിറ്റ് ആകത്തില്ല. റിയൽ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തെ ശരിക്കും നമ്മൾ കറക്കി മറയ്ക്കണം. അതിനകത്ത് ഒരു ഭാഗം പോലും നമ്മുടെ അനുഭവത്തിൽ തൊടാത്തതുണ്ടാകരുത്. അധ്വാനിക്കണം. എല്ലാ പ്രതികൂല സാഹചര്യത്തിലും നമ്മൾ ചൊവ്വേന്നേരെ അനുഭവിച്ച് നിലനിൽക്കണം. എന്നാൽ മാത്രമേ റിയൽ സ്പിരിറ്റ് ഓപ്പൺ ആകത്തുള്ളൂ. റിയൽ സ്പിരിറ്റ് ഓപ്പണായി കഴിഞ്ഞാൽ അങ്ങനെ ഓപ്പണായിട്ടുള്ള ആൾക്കാർ നമ്മളോട് സഹകരിക്കും. അത് ഒന്നിൻ്റെ പേരിലും അല്ല, എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടല്ല. അവിടെയാണ് നഗ്നമായിട്ടുള്ള സത്യത്തിൻ്റെ പേരിൽ മാത്രം സഹകരിക്കുന്നവർ. ആ ബന്ധം അത് അനശ്വരമായിട്ടുള്ള ബന്ധമായിരിക്കും. കാരണം മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, അതുകൊണ്ടാണ് അത് അനശ്വരമായിട്ടുള്ള ബന്ധമായിരിക്കും. അവിടെ യാതൊരു കാരണവശാലും പ്രതികൂല സാഹചര്യത്തിൻ്റെ യാതൊരു നിഴൽ പോലും വീശത്തില്ല, ഉണ്ടാകത്തില്ല. കാരണം റിയൽ സ്പിരിറ്റ് ബന്ധമാണ്. ബന്ധം നമ്മളുണ്ടാക്കുന്നതല്ല, സ്പിരിറ്റ് പോലുമാണ് ആ ബന്ധമുണ്ടായത്. മനസ്സിലായി? ഇത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അങ്ങനെയൊന്നുമല്ല. മനസ്സിലായ? ഇതിനകത്ത് ലവ് ഒന്നുമില്ല. എന്തോ കാലത്തിന്റെ ഭാഗത്തുണ്ടാവുന്ന പ്രതികൂല സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ടും എന്തായാലും ഉണ്ടാവുമല്ലോ. അത് ഓരോ നമ്മളെ വ്യക്തിപരമായി നമ്മൾ നിൽക്കുന്ന സ്ഥലത്തും നമ്മൾ ജീവിക്കുന്ന സാഹചര്യവും അതെല്ലാം കാലത്തിന്റെ ഭാഗത്തു കൂടി നമ്മൾ ചുറ്റുപാടുമായി ബന്ധപ്പെടുന്നത് അതൊക്കെ അതിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ. അപ്പൊ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മൾ നേരെ ചൊവ്വേ അനുഭവത്തിൽ വരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളെ അനുഭവത്തിൽ പ്രതികൂല സാഹചര്യം വരുത്തുക എന്ന് പറഞ്ഞാൽ നമ്മളതിന്റെ ദുഃഖവും
സുഗന്ധം നമ്മളത് അനുഭവിക്കുവാനുള്ളത്. അല്ല അതാണ് ഉദ്ദേശിക്കുന്നത് ഡേറ്റിന്റെ കാര്യം. അതായത് നമ്മൾ ഒരു ദൈനംദിന ജീവിതത്തിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ട ആക്ടിവിറ്റീസ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം കിടന്നുറങ്ങുന്നത് വരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മളെ ദേഹം ശുദ്ധിയാക്കുക, രാവിലത്തെ പ്രാതൽ കഴിക്കുക, അതിനുശേഷം എന്തെല്ലാം ചെയ്യുന്നുണ്ടോ വൈകുന്നേരം വരെ, ഈ പ്രവർത്തനത്തിൽ എത്രത്തോളം നമ്മൾ സത്യസന്ധമായിട്ട് ആക്റ്റീവാണ്? നോക്കണേ, ശ്രദ്ധിക്കണേ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ എത്രത്തോളം സത്യസന്ധമാണ്. അത് മറ്റൊരാൾ എന്ത് ചെയ്യണം എന്നുള്ളതല്ല, ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പ്രവർത്തനത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാരണം ഇവിടെയാണ് നമ്മൾ എല്ലാ പിഴവുകളും ആരംഭിക്കുന്നത്. ഇത് ഞാൻ സ്ഥിരം ചെയ്യുന്ന പ്രവൃത്തിയല്ലേ, അതുകൊണ്ട് ഞാൻ അതിൽ ശ്രദ്ധ കുറച്ച് കുറക്കും. അപകടം മനസ്സിലാക്കണം. നിരന്തരം ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്ക് ആത്മാർത്ഥത ഉണ്ടാകില്ല. അതുകൊണ്ട് നിരന്തരം ചെയ്യുന്ന പ്രവൃത്തി ആയതുകൊണ്ട് അതൊരു താളവട്ടത്തിൽ അങ്ങ് പോവുകയും എൻ്റെ ശ്രദ്ധ വേറെ വഴിക്ക് പോകും. അപകടം നമ്പർ 1. അപകടം നമ്പർ 1. ഈ നമ്പർ 1 അപകടമാണ് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി രാവിലെ ചായ ഇട്ട് കുടിക്കുന്നതാണെങ്കിൽ ആ ചായ ഇടുന്ന പ്രവൃത്തി, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നതാണെങ്കിൽ ആ ഗ്ലാസ് എടുത്ത് പിടിച്ച് വെള്ളം എടുത്ത് കുടിക്കുന്ന പ്രവൃത്തി സത്യസന്ധമായിട്ട് ചെയ്യുന്നുണ്ടോ? ഇവിടെയാണ് നമ്മളെ ആയിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത്, ഏത് പ്രവൃത്തിയാണെങ്കിലും. അപ്പോഴാണ് ദൈനംദിന ജീവിതത്തിൻ്റെ പ്രവർത്തനത്തിൽ നമ്മൾ സുതാര്യത കൊണ്ടുവരുന്നത്. ഇത് വേറെ ആരും വിലയിരുത്താനില്ല, അതുകൊണ്ട് അവിടെ തോന്നിവാസമാണ്. ആരും വിലയിരുത്താൻ, ആരും ചോദിക്കാനില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനത്തിലാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇല്ലാണ്ടാകും. കാരണം അന്വേഷിക്കാൻ ആരുമില്ലാത്തൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, അത് ദുരന്തത്തിലോട്ട് പോകും. കാരണം അവനവന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തി അവനവൻ തന്നെ കെയർ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാകത്തില്ല, നാശമേ ഉണ്ടാകത്തുള്ളൂ. കാരണം എന്താണ്? അവനവന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനത്തിൽ യാതൊരു കാരണവശാലും സത്യസന്ധത ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ ഇച്ഛിക്കുന്ന ഫലം കിട്ടിയാൽ ഇത് നമുക്ക് വേണ്ടിയിട്ട് ഗുണകരമാകത്തില്ല. കാരണം അവന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലും സത്യസന്ധത ഇല്ലാത്തതുകൊണ്ട് എവിടെ നിന്ന് എന്ത് ഫലം കിട്ടിയാലും അത് നമുക്ക് ഒരിക്കലും ഗുണകരമാകത്തില്ല. ക്ലിയർ അല്ലേ? കിട്ടത്തില്ല. മനസ്സിലായോ?